2025 ഡിസംബർ 28 മുതൽക്ക് 2026 ജനുവരി 3 വരെ ഉള്ള 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫല നിരൂപണം എല്ലാ രാശികളുടെയും മേഷാദി, മേടം, ഇടവം മുതലായിട്ടുള്ള 12 രാശികളുടെയും ഫലങ്ങൾ സാമാന്യ നിരൂപണം നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് വർഷാന്ത്യമാണ്. ഈ ആഴ്ചയുടെ അവസാനം വരുമ്പോൾ ജനുവരി 1 തീയതി മുതൽക്ക് 3 തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ധനുവിൽ 4 ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ഉണ്ടാകുന്നുണ്ട്. സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ ഈ 4 ഗ്രഹങ്ങളും ധനുവിലേക്ക് പകർച്ച ഉണ്ട്. ഏറ്റവും ഒരു ശക്തമായിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റായിട്ട് വരും ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് എല്ലാ രാശിക്കാർക്കും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ. ആഴ്ചയുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആത്മപരിശോധനയുടെ ഒരു കാലമാണ്. ഈ ഒരു വർഷത്തെ നമ്മുടെ അനുഭവങ്ങളും ഇത് വച്ചുകൊണ്ട് അടുത്ത ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഭാവന ചെയ്യാനും ഒക്കെ സാധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അതിന് അനുസൃതമാണ് ഗ്രഹസ്ഥിതിയും ഈ ചതുർഗ്രഹ യോഗവും മറ്റും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പണം എല്ലാവർക്കും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവസരങ്ങളുണ്ടാകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിനിമയം, അതായത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ജയാപജയങ്ങൾ ഉണ്ടാവുക. നമുക്ക് ആദി രാശികളുടെ സാമാന്യ ഫല നിരൂപണം നടത്താം. അടുത്തത് മകരക്കൂറാണ്, കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഈ കാപ്രിക്കോൺ എന്ന് പറയുന്ന മകരം രാശി. അതിൽ കുറച്ച് സ്വയം മറയുന്ന എന്ന് പറയട്ടെ, അഥവാ ഒരു അന്തർമുഖത്വം ഇവർക്ക് ഈ കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാവം കൊണ്ട് 12ലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ ചെയ്തു വരുന്ന ജോലികളിൽ കുറച്ചൊരു ഗ്ലട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില വിദേശ ബന്ധങ്ങൾ നൂതനമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലാഭ കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫോറിൻ ട്രേഡ് കൊണ്ട് ഭാവിയിലേക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങളൊക്കെ സാധിക്കും. അതുപോലെ ആശുപത്രി സംബന്ധമായിട്ടുള്ള വർക്കുള്ളവർക്കും കുറച്ചൊന്ന് അനുകൂലമായിട്ട് പറയാവുന്നതാണ്. ധനപരമായിട്ട് കുറച്ച് കുറവായിരിക്കും. ധനാഗമ മാർഗങ്ങളും ഒക്കെ കുറച്ചൊന്ന് അടഞ്ഞു നിൽക്കും. വരേണ്ട ധനം എത്തിച്ചേരാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഓഫ് മണി, അതായത് അധിക ചെലവ് നിയന്ത്രിക്കാനും ഇവർ സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും വലിയ തെറ്റില്ലെങ്കിൽ പോലും കാല് സംബന്ധമായിട്ടുള്ള ചില കാല് സന്ധി വേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു വൈകാരികമായിട്ടുള്ള ചില ബന്ധത്തിന് വിഘാതങ്ങൾ, വൈകാരിക കാരണങ്ങളെ കൊണ്ടുള്ള അടുപ്പമില്ലായ്മ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇവർ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകമായിട്ട്. ഇതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ ചാലീസ നിത്യേന ജപിക്കുന്നത് നല്ലതാണ്. ഹനുമക്ഷേത്രത്തിൽ അഥവാ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇവർ കമ്പിളി കൊണ്ടുള്ള കമ്പളം അഥവാ പുതപ്പ് ഇതൊക്കെ ആവശ്യക്കാർക്ക് ദാനം ചെയ്യുക എന്നത്, അതുകൊണ്ടുണ്ടാകേണ്ട അനുഗ്രഹം കിട്ടുന്നത് ഈ കാലത്ത് അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ്.